മലയാളി ഇപ്പൊ വിളിക്കും കസാറമിയാന്നറിയും. മൂന്നേട്ടാ മാൻ നല്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളതേ ഷാബിയയിലാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഫ്ലാഗ് ഉണ്ടായിരുന്നല്ലോ മുമ്പ്, 1000 ദിർഹംസ് ഫൈൻ കിട്ടിയതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഗ് വെച്ച് അത് പൊട്ടി കീറിയിട്ട് വലതിയ ഫൈൻ വന്നു കേട്ടോ, 1000 ദിർഹംസ്. അതിന് ശേഷം ഊര് വെച്ചേന്ന് രണ്ടാമത് മുതലാളിക്ക് പിന്നെ ഇപ്പോൾ ഫ്ലാഗ് വെക്കണം എന്ന് പറഞ്ഞ്. ഇപ്പോൾ നാഷണൽ ടെൻ്റെ ടൈമൊന്നുമില്ല, എങ്കിലും മുതലാളിക്ക് ഓരോ ടൈമിൽ ഓരോരോ പിരാന്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഷാബിയയിൽ വന്നാണ് ഫ്ലാഗ് നോക്കണം. ഈ ടൈം ആയതുകൊണ്ട് കിട്ടുമോ എന്നുള്ളതും സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ ജനുവരി കഴിഞ്ഞ് തുടങ്ങി, ഫെബ്രുവരി ആയി തുടങ്ങി. അപ്പോൾ എല്ലായിടത്തും സാധനം ഉണ്ടാവാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അതിൽ നമ്മൾ ഷാബിയയിലുണ്ട്, നമുക്ക് നോക്കട്ടെ കിട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ ഇൻഡെക്സ് സ്റ്റേഷനറിയിൽ വന്നിട്ടുണ്ട്, നോക്കാം. ഷാബിയ ആണ് ഇൻഡെക്സ് സ്റ്റേഷനറി. പാർക്കിങ് കിട്ടാൻ ഇവിടെ പാടാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ മണ്ണിൻ്റെ മേലെ ഗേറ്റ് നിർത്തും, വേറെ ഒപ്പില്ലല്ലോ. ഇവിടെ എല്ലാ സംഭവം ഉണ്ടാവില്ല കേട്ടോ. ഇൻഡെക്സ് സ്റ്റേഷനറി സീസൺ അല്ലാത്തതുകൊണ്ട് കിട്ടാൻ സാധ്യത കുറവല്ലേ? ആ അല്ല, സാധാരണ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടലുണ്ട്. ഏത് ആ ആ ശരി. 3 മീറ്റർ, അതേപോലെ വീതി ഒരു 1.80 വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ. 1.80 ആണോ 2 മീറ്റർ ആണോ എന്നുള്ള അറിയില്ല. നമ്മൾ അവിടുത്തെ ഇറങ്ങിട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് സാധനം ഉണ്ട്, പക്ഷേ ഒറ്റ പീസ് കിട്ടി 3 മീറ്ററിന്റെ. പക്ഷെ അത് അത്യാവശ്യം ഡാമേജ് ഉണ്ട്, അടിമടിയൊക്കെ ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ 2 കാറ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതെന്തോ ഇങ്ങനെ കീറും. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങണം. ഇനിയിപ്പോൾ വേറെ ഷോപ്പുകളുണ്ട്, അവിടെ ഒന്ന് കയറി വെക്കണം. പിന്നെ 2.5 മീറ്ററിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ബോസിന് പറ്റണില്ല, 3 മീറ്റർ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഇനി കറങ്ങന്നെ. നമ്മളൊരു വേറൊരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ പോയി നോക്കട്ടെ കേട്ടോ. സാധനം കിട്ടുമോ എന്നുള്ള അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ മഞ്ഞ കാറിലെ മൂന്നേട്ടാ മാൻ. ആ കാണാം നമുക്ക് വണ്ടി. ഇത് എത്ര വീതി ഉണ്ടാവും? 3 മീറ്റർ വീതി, 1.1 മീറ്ററിനെക്കാട്ട് വീതി കൂടുതലുള്ള കിട്ടുമോ? കിട്ടൂല. 1.5 മീറ്റർ വീതി വരും. ആ 44 കണക്ക്. പിന്നെ ലെങ്ത് 3 മീറ്റർ. സാധനം കിട്ടി. അപ്പം ഞാൻ അത് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് മറ്റേ കയറ് വാങ്ങാണ്ട് കേട്ടോ. അവിടെ ഉള്ള കയറ് ആകെ നുരുമ്പി എന്തോ പോലെ ഇരിക്കണേ. അത് ഇനിയിപ്പോൾ അതിനെക്കാളല്ലേ സ്വിപ്പല്ല, അതിനിപ്പോൾ താഴത്തേക്ക് ഇറക്കുമ്പോൾ പൊട്ടിയിട്ട് പോകുക എന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും നമുക്ക് എന്താ ചെയ്യുക, ഇവിടുന്ന് കാണുന്നതിന് കടയിൽ നിന്നൊരു അങ്ങനത്തെ ഒരു തുണി ടൈപ്പാണ് അതിൻ്റെ ഒരു കയറ് വരുന്നത്. സാധാ പ്ലാസ്റ്റിക് ആണെങ്കിൽ പൊട്ടിയിട്ട് പോകും ചൂട് വെയിലടിക്കുമ്പോൾ. ഇപ്പോൾ തുണി വരുന്ന ടൈപ്പ് ഉണ്ട്, ക്ലോത്തിൻ്റെ ഒരു ടൈപ്പ് വരുന്ന. അപ്പോൾ അത് കിട്ടുമോ നോക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്താ വെച്ചാൽ സാധാരണ ഷംസിയിൽ ഉണ്ടാവുമെന്നുള്ള ഷംസ ഇലക്ട്രോണിക്സ് പോയാക്കട്ടെ. നമുക്ക് അവിടെ ചിലപ്പോൾ അവിടെ കിട്ടലുണ്ട്, ഹാർഡ്വെയർ ഷോപ്പാണ്. അപ്പോൾ ഒന്ന് പോയാക്കട്ടെ. നമ്മൾ ഷംസിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കിങ് കിട്ടൂല. ഇനി ബാക്കിൽ നിർത്തി പോയാലോ ഞാൻ ഫൈന് എന്നുള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. എങ്ങോട്ട് ഇറങ്ങണില്ല, എവിടെ ഇറങ്ങിയാലും പാർക്കിങ് കണ്ടേ. എൻ്റെ മോനെ അളവാണ്, ഞാൻ തിരിച്ചെടുക്കട്ടെ. നമുക്കെന്തായാലും ഇവിടെ സൈഡിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയിക്കൊണ്ട് വേഗം വരട്ടോ. അങ്ങനെ നിർത്താൻ പറ്റില്ല. ആണ് ഷംസ ബിൽഡിംഗ് മെറ്റീരിയൽസ്.
വലിയ ഷോപ്പാണ്. നിങ്ങളെ മൊഞ്ചൊക്കെ ഒന്ന് കണ്ടോട്ടേന്ന്. എന്താ आईवा सही है. ये इतना लंबा आता है. छोटा छोटा नहीं. സാധനം കിട്ടിയിട്ടുണ്ട്. വാങ്ങിട്ടാ കയറും വാങ്ങി. പിന്നെ ബൾബൊക്കെ കുറച്ച് കംപ്ലൈൻറ്റ് ആയിക്കണം. അപ്പോൾ അതൊക്കെ ഒന്നാണ് വാങ്ങി കെടുക്കട്ടെ എന്ന്. അല്ല മലയാളി ഇപ്പോൾ വിളിക്കും മിയറാം കസാറ മിയാന്നറിയും. റിജൊരു ബൈക്ക് പോയി കഴിഞ്ഞാല് എപ്പോൾ സാധനം വാങ്ങിയാലും ഇതിൽ സാധനം വാങ്ങൂട്ടെ. പൈപ്പ് സാധനം ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് നേരെ വാങ്ങും. മലയാള റിജ് എപ്പോൾ പോയാലും ബില്ല് കൂടിയുള്ള അറിയും. വെറുതെ അവർക്ക് എത്താൻ പോയി 100 ദിർഹംസ്. എന്തായാലും സാധനം വാങ്ങിക്കണമെങ്കിൽ നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഫ്ലാഗ് മേലെ കയറ്റണം, സെറ്റാക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ മൂടാം. അങ്ങനെ നമ്മൾ മുകളിലെത്തി മക്കളെ. ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള കോലട്ടാ. ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് ഇത് അയച്ചെടുത്തുക. ഇതിൻ്റെ മേലാണ് ഫ്ലാഗ് കെട്ടാനുള്ളത്. അങ്ങനെ നമ്മളെ ഫ്ലാഗ് ഏകദേശം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നല്ല രീതിയിൽ കട്ടണം കേട്ടോ. കാരണം എന്താ പറയുക, കാറ്റാണ്ട് അടിച്ചു കഴിഞ്ഞാൽ അയിഞ്ഞ് താഴത്തേക്ക് കൊണ്ട് പോയിക്കരുത്. താഴത്തേക്ക് ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ ചുരുങ്ങും. അപ്പോൾ അതില്ലാതിരിക്കാൻ നല്ല ടൈറ്റിൽ കെട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഊരി പോട്ടാ. നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ കെട്ടുന്നുണ്ട്. ഒരു 3-4 ലെവലിൽ ഇങ്ങനെ ആണുകൾ തിരിച്ചു മറിച്ച് കെട്ടണത്, അല്ലെങ്കിൽ അയിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. सारी जहां से अच्छा യുണൈറ്റഡ് അറബ് ഹമാര ഹമാര. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ. ഫ്ലാഗ് കണ്ടില്ലേ, അടിപൊളിയായി. അപ്പോൾ നമുക്കിവിടെയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ പെറുക്കണം. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നേരെ വന്നത് റൊട്ടാന ഹോട്ടലിലേക്കാണ്. അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അർബാവിൻ്റെ മോനിക്ക്. അപ്പോൾ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ നമ്മളെ തറവാട്ടിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ പോയിട്ട് അവൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ റൊട്ടാൻ്റെ മുമ്പ് നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ മുമ്പിൽ കാണുന്നത് എമിറേറ്റ്സ് പാലസ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.